ഹായ് ഓൾ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡ്രീംസ് എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടാനാണ്. നമ്മൾ പ്രപഞ്ചശക്തിയോട് സംസാരിക്കുന്നതിന് പോലും വ്യത്യാസമുണ്ട്. നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രപഞ്ചശക്തിയോട് ആവശ്യപ്പെടുകയും ഒരു ജോലിക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചോ, ആ ജോലിക്കുള്ള എല്ലാ നീക്കങ്ങളും അപ്പോൾ തന്നെ യൂണിവേഴ്സ് തുടങ്ങിയിട്ടുണ്ടാകും. പിന്നീട് എനിക്ക് ആ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ വേറെ ഗവൺമെൻറ് ജോബ് വേറെ നോക്കണമോ, അല്ലെങ്കിൽ ആ ജോലിയോടനുബന്ധിച്ച് നമ്മൾ കുറേ ഡൗട്ട്സ് പ്രപഞ്ചശക്തിയിലേക്ക് നമ്മുടെ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാനിരുന്ന ആ ജോലി അവിടെ സ്റ്റോപ്പ് ആവുകയും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ ലൈഫ് പോവുകയും ചെയ്യുന്നു. വേണമെന്ന് ആഗ്രഹിച്ച് ലൈഫ് അട്രാക്ഷൻ ടെക്നിക്ക് ചെയ്യുകയും പിന്നീട് അതിൽ ചേഞ്ച് വരുത്തുകയും ഇതെല്ലാം നടക്കുമോ എന്നുള്ള സംശയം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ പ്രപഞ്ചശക്തി നമുക്കത് ആദ്യം തുടങ്ങി വെക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താഗ്രഹമാണോ അത് യൂണിവേഴ്സ് അപ്പം തന്നെ അതിനുള്ള മാനിഫെസ്റ്റേഷൻ നടത്താനുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഡ്രീംസും മാറ്റി വേറെതിലേക്ക് പോകും. അപ്പോൾ ആ ഡ്രീംസും സ്റ്റോപ്പാവും. രണ്ടാമത് കൊടുക്കുന്ന ഡ്രീംസും അതിലും നമ്മൾ ഡൗട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ പറയും ലൈഫ് അട്രാക്ഷൻ എനിക്ക് വർക്കാകുന്നില്ല. എന്നാൽ സത്യം ഇതാണ്, ലൈഫ് അട്രാക്ഷൻ 100% നടക്കുന്നുണ്ട്. പ്രപഞ്ചശക്തി നമുക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നാം എന്താണോ ഫീലിങ്ങോടുകൂടി ആഗ്രഹിക്കുന്നു അത് നടത്തിത്തരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് പണം ആവശ്യപ്പെടുന്നു. പിന്നീട് നമ്മൾ തന്നെ പറയുന്നു, എങ്ങനെ ഇത്രയും പണം എന്നിലേക്ക് വരും, എനിക്കതിനുള്ള അർഹതയുണ്ടോ? അങ്ങനെയുള്ള പല ഡൗട്ട്സും നമ്മൾ പ്രപഞ്ചശക്തിയിലേക്ക് കൊടുക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എനിക്കിതിന് അർഹതയുണ്ടോ, എനിക്കിത് ലഭിക്കുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നാൽ അത് തന്നെ നമ്മളുടെ ലൈഫിലേക്ക് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആളെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടും. എന്നിട്ട് ആ ഡൗട്ട്സ് മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഈ ആളെ എനിക്ക് ലഭിക്കുമോ, വീട്ടുകാർ സമ്മതിക്കും, അങ്ങനെയുള്ള പല ഡൗട്ട്സും നമ്മുടെ എനർജി ഇങ്ങനെ പ്രപഞ്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. അബ്രഹാം ഹിക്സിൻ്റെ ബുക്കിൽ പറയുന്നത്, നാം എന്താണോ ആഗ്രഹിക്കുന്നത് 17 സെക്കൻഡ് ഫീലിങ്ങോടുകൂടി ആഗ്രഹിച്ചാൽ 17 സെക്കൻഡ് റൂൾ എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്ത് അത് നടന്നതായി നമുക്ക് ലഭിച്ചതായി ഫീലിങ്ങോടുകൂടി ആഗ്രഹിച്ചാൽ അത്രയും വിശ്വസിച്ചായിരിക്കണം നമ്മൾ ആ ഫീലിംഗ് കൊടുക്കേണ്ടത്. അത് നടന്നിരിക്കും. നമ്മൾ പണം പെടും. എന്നിട്ട് ഈ ഡൗട്ട് കൊടുക്കരുത്, നമുക്കത് ലഭിക്കുമോ ഇല്ലയോ, ഇതൊന്നും നമ്മൾ മനസ്സിലേക്ക് കൊടുക്കരുത്. നമ്മുടെ പാരൻസിനോട് നമ്മൾ ചെറുപ്പത്തിൽ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഒരു സൈക്കിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ടൂർ പോകണം, അങ്ങനെ പല ആവശ്യങ്ങളും നമ്മൾ പാരൻസിനോട് ചെറുപ്പത്തിൽ ആവശ്യപ്പെടുമ്പോൾ നമുക്കത് ഉറപ്പായിട്ടും അറിയാം, നമുക്കത് നടന്ന് കിട്ടും, നാളെ അത് എനിക്ക് ലഭിച്ചിരിക്കും. അവിടെ ഒരു ഡൗട്ട് നമുക്ക് വരുന്നേയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചശക്തിയോട് നമ്മൾ ഈ ഡൗട്ട് കൊടുക്കുന്നത്? എത്രയോ ഈസിയാണ്. നമ്മൾ പാരൻസിനോട് പറഞ്ഞിട്ട് നമുക്ക് നടക്കുന്നുള്ള ഉറപ്പുകൊണ്ട് നമുക്കത് ലഭിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പ്രപഞ്ചശക്തിയോട്, നമ്മുടെ ഈ സൃഷ്ടാവിനോട് നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ഡൗട്ട് കൊടുക്കുന്നത്? അത് നമുക്ക് ഏറ്റവും സിമ്പിളായി ആവശ്യപ്പെടാം. ഏറ്റവും സിമ്പിളായി നമുക്ക് പ്രപഞ്ചശക്തിയിലേക്ക് നമ്മുടെ ആഗ്രഹം കൊടുക്കുക. അതിന് ഒരു ഡൗട്ട്ഫുൾ മനസ്സ് നമ്മൾ അതിലേക്ക് കൊടുക്കരുത്. അതുകൊണ്ട് എപ്പോഴും അത് നമുക്ക് ലഭിച്ചിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മുടെ ആഗ്രഹം പ്രപഞ്ചശക്തിയിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എനർജിയാണ്, വൈബ്രേഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ആഗ്രഹം നമുക്ക് അത് ലഭിച്ചു കഴിഞ്ഞു ആ ഒരു ഫീലിങ്ങിൽ, അല്ലെങ്കിൽ ഞാനത് ആയിക്കഴിഞ്ഞു എന്നുള്ള ഫീലിങ്ങിൽ വേണം നമ്മുടെ എല്ലാ നീക്കങ്ങളും പിന്നീടുള്ളത്. വേറെ ഒരു നെഗറ്റീവ് ചിന്തയും അതിലേക്ക് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ പ്രപഞ്ചശക്തിയിലെ യൂണിവേഴ്സിനോട് ഒരു ഡൗട്ട് കൊടുക്കുകയും ചെയ്താൽ ലൈഫ് അട്രാക്ഷൻ പിന്നെ എങ്ങനെ വർക്കാകും? ഏറ്റവും സിമ്പിളായി ലൈഫ് അട്രാക്ഷൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി നമ്മളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമുക്കത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും സിമ്പിളാണ്. നമ്മുടെ ചിന്തകളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി, നമ്മുടെ ഫീലിങ്സിലും. പിന്നെ നമ്മൾ ഡൗട്ട്ഫുൾ മനസ്സുള്ള ഒരാളായിട്ട് കഴിയരുത്. നമ്മൾ ഒരാഗ്രഹം എഴുതി വെച്ച് അത് നമ്മൾ വിഷ്വൽ ചെയ്യും, എല്ലാം ചെയ്യും. നമ്മൾ ടെക്നിക്സൊക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരം ചിന്തിക്കണതാണ്, ഇത് ചിലപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങണമെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ലഭിക്കില്ല. അത് ഷുവറായ കാര്യമാണ്.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഫീലിങ്സിനും നമ്മുടെ വിശ്വാസത്തിനുമാണ്. ഫീലിങ്സ് ഈസ് ദ സീക്രട്ട്. അത് നെവിൽ ഗോഡാർഡിൻ്റെ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ഏറ്റവും വിശ്വാസത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ ഇതെനിക്ക് ലഭിക്കും, ഇത് ലഭിച്ചിരിക്കുന്നു, ആ ഫീലിങ്ങിൽ തന്നെ ജീവിക്കുക. പിന്നീട് നോക്കിക്കോളൂ, നമ്മുടെ ഡ്രീംസ് എല്ലാം എത്രയേ ഈസി ആൻഡ് എഫോർട്ട്ലെസ്ലി ആയി നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായി നമുക്ക് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.